ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മുളകിൻ്റെ വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഏകദേശം എല്ലാ ഐറ്റം മുളകും നന്നായിട്ട് കായ്ച്ച് നിൽപ്പുണ്ട്. കാന്താരി മുളകാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏകദേശമൊക്കെ പഴുത്ത് തുടങ്ങി, അതുകൊണ്ടാണ് വിളവെടുക്കുന്നത്. കുറച്ച് പഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് പഴുത്തു പോവും. അപ്പോൾ പഴുക്കുന്നത് അടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കുറച്ച് ദിവസം കൂടെയെങ്കിലും നിൽക്കും. ഇതിപ്പോൾ ഇലയിലെല്ലാം കുറച്ച് മഞ്ഞ കളറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വിളവെടുപ്പ് മാത്രമേ നടക്കണുള്ളൂ, അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും കൊടുക്കുന്നില്ല, അതിനാവശ്യമായിട്ടുള്ള വളമോ വേറൊന്നും കൊടുക്കുന്നില്ല. അത് തരുന്നത് മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് അങ്ങോട്ട് ഫുഡ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അത് മഞ്ഞ നിറമായി തുടങ്ങിയത്. ഈ മഞ്ഞപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളവും ചാമ്പലും ഇട്ട് കൊടുത്താൽ മാത്രം മതി. പക്ഷെ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും മഞ്ഞ നിറമായിപ്പോയത്. ഇതൊക്കെ ഡെവലപ്പാക്കി എടുക്കേണ്ടതേ ഉള്ളൂ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാന്താരി മുളകിൻ്റെ വിളവെടുപ്പൊക്കെ ഭയങ്കര ഈസിയാണ്, വിളവെടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ഒരു പണിയേ അല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാന്താരി മുളകിൻ്റെ വിളവെടുപ്പെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പണി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആ നേരത്തെ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുകയാണ്. വിളവെടുക്കുന്നവർക്ക് ക്ഷമയുടെ അവാർഡ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ശരിക്കും നമുക്ക് മുറിച്ച് വെറുതെ എടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളും ചെറിയ മൊട്ടും എല്ലാം കാണും. അപ്പോൾ അതൊന്നും പൊട്ടിപ്പോവാത്ത രീതിക്ക് വേണം ഇത് കാന്താരി മുളക് പറിച്ചെടുക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു റിസ്ക് പിടിച്ച പണി. അതുകൊണ്ടാണ് ഇത് കുറച്ച് പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞാവയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞാവ ഒരു മുളക് പറിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഐറ്റം ഉടങ്കല്ലി മുളകുണ്ട്. ഇത് നമ്മുടെ സാധാരണ പച്ചമുളകാണ്. അതും നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അതും നല്ല ഏകദേശം വലുതായെന്ന് നോക്കി പറിച്ചെടുക്കുകയാണ്. കാന്താരി മുളക് മാത്രമേ പുറത്ത് കൊടുക്കുകയുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ ആവശ്യത്തിന് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നല്ല നിറഞ്ഞ് കായ്ച്ചു നിൽക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം. കൃഷിയെന്ന് പറയുന്നത് എന്നും മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പുതിയ കായ് വരുമ്പോഴും ഓരോ ഇലകളിടുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടും. പിന്നെ അത് വെച്ച് കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനേറെ സന്തോഷമാണ്. മുളകിൻ്റെ കാര്യമല്ല പറഞ്ഞത്, മുളക് വെച്ച് എന്ത് കറി ഉണ്ടാക്കാൻ, ബാക്കി ചീരയായാലും പയറായാലും അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി വേറെ ഒന്നും ഇപ്പോൾ തൽക്കാലം ഇല്ല. ഇപ്പോൾ മുളക് മാത്രമാണ് കൂടുതലുള്ളത്. ഉടങ്കല്ലി മുളകാണ്. ഉടങ്കല്ലി മുളകും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതും പറിച്ചെടുക്കുകയാണ്. ഇതെല്ലാം കാന്താരി തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ എവിടെ നോക്കിയാലും കാന്താരി മാത്രമേ ഉള്ളൂ. ഇത് വിത്ത് വീണൊന്നും പൊടിച്ചതല്ല കേട്ടോ. ശരിക്കും ഞങ്ങൾ പാകിയിട്ട് ഞങ്ങൾ തന്നെ നട്ടതാണ്. ചാക്കിൽ മണ്ണ് നിറച്ച് ഞങ്ങൾ തന്നെ നട്ടതാണ്. കാന്താരി മുളക് വിൽക്കാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നട്ടത്. ഉടങ്കല്ലി മുളക് 2 ഐറ്റമാണുള്ളത്. കൂടുതലായിട്ട് ഇവരെ നോക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് വിളവെടുക്കാനും അമ്മയും കൂടെ കൂടിയിട്ടുണ്ട്. ഇത് കുറച്ച് സാമ്പാർ മുളകാണ്. സാമ്പാർ മുളക് വളരെ കുറച്ചേ ഉള്ളൂ. സാമ്പാർ മുളകിൻ്റെ തൈ കൂടുതലൊന്നുമില്ല. ഈ 1-2 ചെടി മാത്രമേ സാമ്പാർ മുളകുള്ളൂ. എന്നാലും ഇതിന് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഉടങ്കല്ലി മുളകും എല്ലാം ഞാൻ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മുളകാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഉടങ്കല്ലിയും പച്ചമുളകും കാന്താരിയും എല്ലാം കൂടെ മിക്സായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്കിത് തരംതിരിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ തരംതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. കാന്താരി മുളകാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഉടങ്കല്ലിയും കാന്താരി മുളകും പുറത്ത് കൊടുക്കാനാണ്. ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഉടങ്കല്ലി മുളകിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് മീനിലൊന്നും അങ്ങനെ ഉടങ്കല്ലി മുളക് ഇടാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മുളക് വിളവെടുപ്പ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.